നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആളൂരിൽ വൻ കഞ്ചാവ് വേട്ട, 3 പേർ പോലീസ് പിടിയിലായി. വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതി കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്കു നേരെ കാട്ടാന ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് BJP നിർമ്മാണ ജോലികൾ തടഞ്ഞു. വാർത്തകൾ വിശദമായി. ആളൂരിൽ വൻ കഞ്ചാവ് വേട്ട. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഞ്ഞപ്പിള്ളിയിൽ വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്ന 3 പേർ പോലീസ് പിടിയിലായി. ചേർപ്പ് ചൊവ്വൂർ സ്വദേശി മാളിയേക്കൽ മിജോ ജോസ് 30 വയസ്സ്, കല്ലൂർ വട്ടപ്പറമ്പിൽ വീട്ടിൽ സ്വദേശി അനീഷ് 25 വയസ്സ് എന്ന പാമ്പനീഷ്, ഊരകം തെക്കേ പുന്നോക്കൽ വീട്ടിൽ സതീഷ് ബാബു 39 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. മിജോ ജോസിന് കൊലപാതക കേസും പോലീസുകാരനെ ആക്രമിച്ച കേസും കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടുണ്ടെന്നും അനീഷ് കവർച്ചാ കേസടക്കം ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. സതീഷ് ബാബുവാണ് 1 മാസം മുൻപ് ഈ വീട് വാടകയ്ക്കെടുത്തത്. കമ്പം, തേനി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു. പ്രതികളിൽ നിന്ന് 1660 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. റൂറൽ DPCക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ മാള CI സജിൻ, ശശി, ആളൂർ SI മാരായ സുബിന്ദ്, പ്രമോദ്, രാധാകൃഷ്ണൻ, ചേർപ്പ് SI പ്രദീപൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബാബു TR, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, അനൂപ്, ബിജുകുമാർ, ബിലഹരി, ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 3 പ്രതികളെയും ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതി കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N ബിജു ബാലകൃഷ്ണൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. യോഗ പരിശീലകരായ രശ്മി ഭാസ്കരൻ, ബേബി മോൻ, അരുൺ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ ആയോധന കലാക്ഷേത്ര വിദ്യാർത്ഥികളും കൊടകര പഞ്ചായത്തിലെ 10ാം വാർഡിലെ യോഗ പരിശീലനം ആരംഭിച്ച വനിതകളും കളരി മുറകളും യോഗ ഡാൻസും സൂര്യ നമസ്കാരവും അവതരിപ്പിച്ചു. ഡോക്ടർ K ശ്രീജി രാമചന്ദ്രൻ, KR രതീഷ് എന്നിവർ ജോലിസ്ഥലത്ത് ജീവനക്കാർക്ക് ചെയ്യാവുന്ന യോഗ പ്രദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ പറയണ്ടേ, സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റണ്ടേ നമുക്ക്. ഇത്തരം പദ്ധതികൾ വെച്ചിരുന്ന ഗുണഭോക്താക്കൾ. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ 2 പേർ പിടിയിലായി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസിന്റെ കമ്മീഷണർ സ്ക്വാഡും തൃശൂർ റേഞ്ചും സംയുക്തമായി പുലർച്ചെ മണ്ണുത്തി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്പിരിറ്റ് പിടികൂടിയത്. 79 കന്നാസുകളിലായിട്ടാണ് 2600 ലിറ്റർ സ്പിരിറ്റ് കടത്തിയത്. സംഭവത്തിൽ പാലക്കാട് സ്വദേശി ഹരി, പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവർ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കച്ചവടത്തിന്റെ മറവിൽ കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് കൈമാറാൻ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് എക്സൈസ് പിടികൂടിയത്. അതേസമയം സ്പിരിറ്റ് വാങ്ങാൻ എത്തിയാൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്, എന്തിനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് അന്വേഷിക്കും. വനിതാ ഗവേഷകരുടെ ആശയങ്ങളെ സാങ്കേതിക വിദ്യകളാക്കാനുള്ള സംഭാവനകൾ നൽകിയതിന്
കോവളം ലീല ഹോട്ടലിൽ നവംബർ 28 മുതൽ 30 വരെ നടന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ ഹഡിൽ ഗ്ലോബലിൽ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിനെ ആദരിച്ചു. സംസ്ഥാന ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിന്റെ സെക്രട്ടറി ഡോക്ടർ രക്തൻ യു കേൽക്കർ പുരസ്കാരം സമ്മാനിച്ചു. കേന്ദ്ര IT വകുപ്പിന്റെ CEO പനീർശെൽവം മദനഗോപാൽ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ കോളേജിനു വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻറ്റോ ചുങ്കത്ത്, ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ, സഹൃദയ TBI ഹബ്ബ് CEO ജിബിൻ ജോസ് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്കു നേരെ കാട്ടാന ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഷോളയാർ തോട്ടപ്പുരയിലായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പിള്ളിയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിനു നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. ആന കാറിനു നേരെ ഓടി വരുന്നത് കണ്ട് കാർ പുറകോട്ട് എടുത്തെങ്കിലും വേഗത്തിൽ ഓടി കാറിനടുത്ത് എത്തിയ ആന കാറിന്റെ മുൻഭാഗത്ത് കൊമ്പുകൊണ്ട് കുത്തുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ കാറിന്റെ മുൻവശത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൊട്ടുപുറകിലുണ്ടായിരുന്ന കാറിലെ യുവാക്കൾ മൊബൈലിൽ പകർത്തിയ ആക്രമണ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദിനം പ്രതി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന അതിരപ്പിള്ളി മലക്കപ്പാറ മേഖലയിൽ വനം വകുപ്പ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് BJP നിർമ്മാണ ജോലികൾ തടഞ്ഞു. BJPയുടെ സമരത്തിന് പിന്തുണയുമായി കൊരട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു. നേരത്തെ പറഞ്ഞ അളവ് പ്രകാരം അല്ലെന്നാണ് പ്രധാന ആരോപണം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അടിപ്പാതയിലൂടെ വലിയ കണ്ടെയ്നർ ലോറികൾക്കും മറ്റും കടന്നു പോകുവാൻ സാധിക്കില്ലെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. അടിപ്പാതയുടെ വീതിയും ഉയരവും വർദ്ധിപ്പിക്കണമെന്നും ബെൽമൗത്ത് ഇല്ലാത്തതും വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് കിഴക്ക് വശത്ത് 5.5 മീറ്റർ ഉയരവും പടിഞ്ഞാറ് ഭാഗത്ത് 5 മീറ്റർ ഉയരവും ബെൽമൗത്ത് നിർമ്മിക്കാതെ നിർമ്മാണ ജോലികൾ നടത്തുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത BJP കൊരട്ടി പഞ്ചായത്ത് അംഗം PG സത്യപാലൻ പറഞ്ഞു. നിലവിൽ അത് 5ഉം 4.5 മീറ്ററിലുമാണ് നിർമ്മാണം നടക്കുന്നത്. ഇത് ഇവിടെ അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് BJPയും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും. നിർമ്മാണ ജോലികൾ തടഞ്ഞതോടെ നിർമ്മാണ ദേശീയപാത അതോറിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു, BJP കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി TS മുകേഷ്, കൊരട്ടി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് CT ജയ്ജു, പ്രവീൺ ചിറങ്ങര, നോജ് തിരുമുടിക്കുന്ന്, നിശാന്ത് അതിയാരത്ത്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ്, അസോസിയേഷൻ ഭാരവാഹികളായ KC ഷൈജു, PV ഫ്രാൻസിസ്, VP ജോർജ് തുടങ്ങിയവരും നേതൃത്വം നൽകി. പ്രതിഷേധത്തെ തുടർന്ന് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KR സുമേഷ്, ലിജോ ജോസ് തുടങ്ങിയവർ ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഉയരം വർദ്ധിപ്പിക്കാതെ അടിപ്പാത നിർമ്മാണം അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് നാട്ടുകാരും. അടിപ്പാത വിഷയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ആരുമായിട്ടും മർച്ചന്റ് അസോസിയേഷൻ സഹകരിക്കും. ജനങ്ങളുടെ ആവശ്യമാണ് നമുക്ക് വലുത്. ജനങ്ങൾക്ക് സൗകര്യങ്ങളില്ലാത്ത രീതിയിൽ എന്ത് വികസനം വന്നാലും നമുക്ക് എതിർക്കേണ്ടി വരും. എന്നാൽ ഒരു വികസനത്തിൽ നമ്മൾ എതിരല്ല. ചിറങ്ങര അടിപ്പാത പുനഃക്രമീകരിക്കുക, ബെൽമൗത്തുകൾ സ്ഥാപിക്കുക, ഹൈറ്റുകൾ കൂട്ടുക. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ അങ്കണവാടി ഫെസ്റ്റ് നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബാബു, സുമേഷ് മൂത്തമ്പാടൻ, PTA പ്രസിഡന്റ് PR വിമൽ, MPTA പ്രസിഡന്റ് സ്വാതി സനീഷ്, അധ്യാപികമാരായ പ്രീതി ജേക്കബ്, ഡിജി ആന്റണി എന്നിവർ സംസാരിച്ചു. വിവിധ അങ്കണവാടികളിൽ നിന്നുള്ള 50ഓളം കുരുന്നുകൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. എല്ലാ പൊതു ഇടങ്ങളും കലാലയങ്ങളും വിദ്യാലയങ്ങളും തിയേറ്ററുകളും പാർക്കുകളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന കാഴ്ചപ്പാട് വിനിമയം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും സംസ്ഥാന ഭിന്നശേഷി അവാർഡ് വിതരണ ചടങ്ങായ ഉണർവ് 2024 ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാർക്കായി തടസ്സരഹിത കേരളം അഥവാ
ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ്. സമൂഹത്തിൻ്റെ പൊതുബോധം ഉയർത്തി തടസ്സരഹിതമായ ജീവിതം ആത്മവിശ്വാസത്തോടുകൂടി നയിക്കാൻ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് ഉറപ്പ് കൊടുക്കാനായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇത് കുടുംബത്തിൻ്റെയോ വ്യക്തിയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, സമൂഹത്തിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. 20 വിഭാഗങ്ങളിലായി 32 പേർക്കായി സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളുടെ സമർപ്പണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്ന ഏറ്റവും മികച്ച NSS, NCC, SPC യൂണിറ്റുകൾക്കുള്ള സഹചാരി പുരസ്കാര വിതരണവും ജില്ലയിലെ ബിരുദാനന്തര കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിജയാമൃത അവാർഡ് ദാനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവായ മുഹമ്മദ് യാസിൻ പ്രഭാഷണം നടത്തി. MLAമാരായ ET ടൈസൺ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, MK അക്ബർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ ഡോക്ടർ PT ബാബുരാജ്, സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാലി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ റെജി ജോസ്, നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ പ്രിയങ്ക സ്വാഗതവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ നയിച്ച കീബോർഡ് സംഗീത വിരുന്നും റിഥം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിലുള്ള കലാവിരുന്നും ഭിന്നശേഷി സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവായ മുഹമ്മദ് യാസിൻ, മുഹമ്മദ് അസീം എന്നിവർ പ്രഭാഷണം നടത്തി. സംസ്ഥാനത്തെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി റീജിയണൽ ഏർലി ഇന്റർവെൻഷൻ സെന്റർ ആൻഡ് ഓട്ടിസം, അനുയാത്ര, കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ, നിപ്മർ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ പ്രവർത്തിച്ചു. നമുക്ക് കഴിയുന്നുണ്ട്. തടസ്സരഹിത കേരളം അഥവാ ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി, അത് വെറും പദ്ധതിയായിട്ടല്ല, ആശയം കൂടിയായി നടപ്പാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂരിൽ വൻ കഞ്ചാവ് വേട്ട, 3 പേർ പോലീസ് പിടിയിലായി. വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതി കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്കു നേരെ കാട്ടാന ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻഭാഗം കാട്ടാന തകർത്തു. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് BJP നിർമ്മാണ ജോലികൾ തടഞ്ഞു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.